ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് റെയിൻബോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം കൂടിയാണ് റെയിൻബോ മാനിഫെസ്റ്റേഷൻ, അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു മാനിഫെസ്റ്റേഷൻ ഒരു ലെവൽ 2 ആണ് കേട്ടോ. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി, നിങ്ങൾക്ക് ലക്ക്, അതുപോലെ നിങ്ങൾക്ക് പണം ഒക്കെ ആകർഷിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ ചലഞ്ചാണ്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതായത് നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതായാലും നിങ്ങൾ എപ്പോൾ ചെയ്താലും ശരി, നിങ്ങൾ ആ ഇരിക്കുന്ന അന്തരീക്ഷം കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായിരിക്കണം. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യങ്ങളും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു കാമായിട്ടുള്ള ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പോയിരുന്നതിന് ശേഷം നിങ്ങളുടെ ബ്രീത്ത് ടെക്നിക്ക്, അതായത് നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം കുറച്ച് സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് നേരം ഒന്ന് കാമായിരിക്കുക. നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷൻസും എല്ലാം മാറ്റിവെച്ച് വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇനി ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മളുടെ ഉള്ളിലെ ആ ഒരു കഴിവിനെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. 48 hours ആണ് മാക്സിമം ഇതിനുള്ള സമയം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽസ് അനുസരിച്ച് ചിലപ്പോൾ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ 1 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോസസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്കില്ലിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കും. ഓക്കെ, പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ നടന്നു കഴിയുമ്പോൾ ഈ വീഡിയോയിലേക്ക് വീണ്ടും വന്ന് നിങ്ങളുടെ കമൻറ്റ് ഇവിടെ രേഖപ്പെടുത്തണം. നിങ്ങൾ എപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്തത്, എത്ര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കിത് സാധ്യമായി എന്നുള്ള കാര്യം, എത്ര മിനിറ്റിനുള്ളിൽ സാധ്യമായി എന്നുള്ള കാര്യമൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഇത് ചെയ്ത് നോക്കാൻ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? സോ അതിനൊരു മോട്ടിവേഷൻ ആവട്ടെ. യൂണിവേഴ്സിനോട് നിങ്ങൾ ചെയ്ത് നേടിയ കാര്യം അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു യെല്ലോ ഡക്ക് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഒരു മഞ്ഞ താറാവിനെയാണ് നമ്മളിന്ന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പണത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ പ്രതീകമാണ് ഈ ഒരു യെല്ലോ ഡക്ക്, ഗോൾഡൻ ഡക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു യെല്ലോ ഡക്കിൻ്റെ ഇമേജ് കാണാം. ചുവന്ന ചുണ്ടുകളും മഞ്ഞത്തൂവലും നല്ല ആകർഷണമുള്ള കണ്ണുകളും അതിൻ്റെ കാലുകളും ഒക്കെ നിങ്ങൾക്ക് മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു യെല്ലോ ഡക്കിനെ വീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ തൂവലുകളും അതിൻ്റെ ആകൃതിയും അതിൻ്റെ ആ ഒരു അട്രാക്ഷനും ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കണ്ണുകൾ സാവധാനം അടയ്ക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 3 സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വായിലൂടെ പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ, ഹോൾഡ് ആൻഡ് ബ്രീത്ത് ഔട്ട്. Breathe in, hold and breathe out. ഇനി കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ട ആ ഒരു താറാവിൻ്റെ ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൻ്റെ ആകൃതി, അതിൻ്റെ ചുണ്ടുകൾ, കണ്ണ്, തല, കഴുത്ത്, അതിൻ്റെ ശരീരം, ചിറകുകൾ, കാലുകൾ എല്ലാം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.
ആ ഒരു ഗോൾഡൻ ഡക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ യൂണിവേഴ്സ് അയക്കുന്ന ആ ഒരു മെസ്സേജ് സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇമേജാണിത്. നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽസ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു കഴിവ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾ അറിയാൻ പോവുകയാണ്. ജസ്റ്റ് ബിലീവ്. നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വസ്തു മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ യൂണിവേഴ്സ് അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റാരും കൂടെ ഇല്ലെങ്കിലും ഈ യൂണിവേഴ്സ് നിങ്ങളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യു ആർ ഗോയിങ് ടു മാനിഫെസ്റ്റ്. നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ഡിയർ യൂണിവേഴ്സ്, എനിക്കറിയാം ഈ ഒരു ഗോൾഡൻ ഡക്ക് അതിനെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഞാനതിനെ കാണാൻ റെഡിയാണ്. നിൻ്റെ എല്ലാ സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. നൗ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ഹോൾഡ് ആൻഡ് ബ്രീത്ത് ഔട്ട്. Breathe in, hold and breathe out. Now come back. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു യെല്ലോ ഡക്കിനെ, ആ ഒരു ഗോൾഡൻ ഡക്കിനെ കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മഞ്ഞ താറാവ് നിങ്ങളുടെ മുന്നിലേക്ക് ഓടി വരുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളിത് തീർച്ചയായും കണ്ടിരിക്കും. ചിലപ്പോൾ ഒരു ഇമേജ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു കാർട്ടൂണിലായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളിത് കാണും. നിങ്ങളിത് കാണുന്ന നിമിഷം യൂണിവേഴ്സിന് നന്ദി പറയുക. അതോടൊപ്പം ഈ വീഡിയോയിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചാലഞ്ചിന് നിങ്ങൾ റെഡിയാണോ? ആണെങ്കിൽ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.